വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. തൃശൂർ കുര്യച്ചിറയിൽ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന സംഘത്തിലെ 2 പേർ അറസ്റ്റിലായി. കരുവണ്ണൂർ സ്വദേശി അൻസാർ, മഹാരാഷ്ട്ര സ്വദേശി അരവിന്ദ് സേഠ് എന്നിവരെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടിലേക്ക്. കുര്യച്ചിറയിലുള്ള സ്വർണ്ണാഭരണശാലയിലെ ജീവനക്കാരൻ ആൻഡോയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഘത്തിലെ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 1-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പണിതീർത്ത ആഭരണങ്ങളുമായി ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ആൻഡോ. ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തെ കടകളിലെത്തിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു ആഭരണങ്ങൾ. ഇതിനിടെ കാറിലെത്തിയ സംഘം കുര്യച്ചിറ പള്ളിക്ക് സമീപത്ത് വെച്ച് ആൻഡോയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. അക്രമി സംഘത്തിൽ ആകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. സംഘത്തിലെ പ്രധാനികളായ അൻസാർ, സ്വർണ്ണ വ്യാപാരിയായ അരവിന്ദ് സേഠ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. സംഭവശേഷം വിദേശത്തേക്ക് കടന്ന അൻസാറിനെ വിദഗ്ധമായി നാട്ടിലെത്തിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഹിമേന്ദ്രനാഥ് പറഞ്ഞു. In this case happened day before yesterday when with confidential information we found that he is coming back to Kerala and Namal shadow team went to airport and we have taken that accused and brought before the CA West office and upon his questioning he has confessed and admitted to the entire game plan and operation which has led to this incident. പ്രതികളിൽ നിന്ന് 1 കിലോ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. ഇനി 4 പേരാണ് പിടിയിലാകാനുള്ളത്. ഇതിൽ 2 പേർ വിദേശത്താണെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരും ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂളിൽ നിന്ന് മടങ്ങിയ 10 വയസ്സുകാരനെ സ്വകാര്യ ബസ്സിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായി പരാതി. തുടർന്ന് 32കാരൻ അറസ്റ്റിലായി. തൊടുപുഴയിലാണ് സംഭവം. പ്രതിയെ റിമാൻഡ് ചെയ്തു. തൊടുപുഴയിലാണ് 10 വയസ്സുകാരന് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് സ്വകാര്യ ബസ്സിൽ സഞ്ചരിക്കവെയാണ് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയത്. സംഭവത്തിൽ മുള്ളരിങ്ങാട് ഭാഗത്ത് കീരിക്കുന്നേൽ വീട്ടിൽ ബിനോയിയെ കാളിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് കുട്ടി പറയുന്നതിങ്ങനെ: പതിവ് പോലെ സ്കൂൾ വിട്ട് ബസ്സിൽ കയറിയ തന്റെ സീറ്റിനരികിൽ ഒരാൾ വന്നിരുന്നു. ആരും കാണാതെ ഇയാൾ തന്നെ പിന്നീട് പീഡിപ്പിക്കുകയും ചെയ്തു. ഭയം മൂലം കുട്ടിക്ക് കരയാനോ ബഹളം വെക്കാനോ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് കുട്ടി സംഭവം തുറന്നു പറഞ്ഞത്. കുട്ടിയുടെ അമ്മ: അപ്പൊ തന്നെ അയാള് എന്റെ തോളത്തോടെ കൈയിട്ട് എന്റെ ബനിയം പൊക്കി പാൻറ്റിനകത്ത് കൈയിട്ടു. പിന്നെ എങ്ങനെ പിടിച്ച് ഞെക്കുകയും തിരുമും ഒക്കെ ആയിരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പം നിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അതിൽ നീ എന്നെ ഒന്നും വിളിച്ചില്ല, നീ ബസ്സിൽ മറ്റേ ആൾക്കാരോടൊന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ദൂരെയായിരുന്നു കണ്ടക്ടറൊക്കെ, അവരൊന്നും കാണുന്നില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒച്ച വെക്കാനൊക്കെ പേടിയായിരുന്നു എന്ന് പറഞ്ഞു. തറുതലേന്ന് പറഞ്ഞ സ്റ്റോപ്പായിപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. കുട്ടി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോട്ടയം അതിരമ്പുഴയിൽ ഗർഭിണിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായില്ല. കൊല്ലപ്പെട്ട യുവതിയെ തിരിച്ചറിയാനാകാത്തതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഏതു തരത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ്? ജോജറ്റ്, അതിരമ്പുഴ കൊലപാതകം സംബന്ധിച്ച കാര്യത്തിൽ കൊല്ലപ്പെട്ട യുവതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം യുവതിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. മരണകാരണം തലയ്ക്ക് പിന്നിലേറ്റ ചതവും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയെന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റ് പരിക്കുകളൊന്നും ശരീരത്തിൽ കണ്ടെത്തിയിരുന്നില്ല. മാത്രമല്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അതായത് ശരീരത്തിൽ മറ്റ് അതിക്രമങ്ങളൊന്നും നടന്നതായും പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും മൃതദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ മാത്രമേ മരണകാരണം സംബന്ധിച്ച കൃത്യമായ സൂചന ലഭിക്കുകയുള്ളൂ. വിശദമായിട്ടുള്ള പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങൾ തിരുവനന്തപുരത്തെ കേന്ദ്ര ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം യുവതിയുടെ മൃതദേഹം മൂടിയിരുന്ന പോലീസ് ആൻജിയോഗ്രാം കിറ്റിനൊപ്പം ലഭിക്കുന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന പൊളിത്തീൻ കവർ ആയതിനാൽ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ആശുപത്രികളുമായോ ഹോം നേഴ്സിംഗ് സ്ഥാപനങ്ങളുമായോ ബന്ധമുള്ളവരാകാം കൊലപാതകത്തിന് പിന്നിലെന്നുമാണ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട പോലീസ് സമാനമായിട്ടുള്ള കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ തേടുന്നുണ്ട്. കാരണം മുൻ വർഷങ്ങളിൽ ജില്ലയിലുണ്ടായിരുന്ന സമാനമായ രീതിയിൽ നടന്ന കൊലപാതകത്തിലെ പ്രതിയെല്ലാം തന്നെ തേടുന്ന പോലീസ്. അത്തരത്തിൽ വലിയ ഒരു അന്വേഷണം പോലീസ്. പ്രശാന്ത്, നേരത്തെ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനെയാണ് കൊല്ലപ്പെട്ടെന്നൊരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട സ്ത്രീ മലയാളി തന്നെയാണ് എന്ന് പോലീസിന് പ്രാഥമികമായെങ്കിലും ഒരു നിഗമനമുണ്ടോ?
നേരത്തെ സംശയിച്ച ആൾ അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടത്. മാത്രമല്ല അന്യ സംസ്ഥാനത്ത് നിന്നുള്ള യുവതിയാണ് എന്ന രീതിയിൽ സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ആശുപത്രി കേന്ദ്രീകരിച്ച് ആശുപത്രിയിൽ നിന്നും ഉള്ള, അതായത് യുവതിയുടെ മൃതദേഹം മൂടിക്കെട്ടിയ പോളിത്തീൻ കവർ 5 ഗ്രാം കിഡ്നപ്പർ ലഭിക്കുന്നതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ കൊല്ലപ്പെട്ടെന്ന് സംശയിച്ച 4 യുവതികളുടെ കാര്യങ്ങൾ പോലീസ് തിരക്കിയിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതെല്ലാം തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇവരിൽ ആരുമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബോധ്യമായിട്ടുള്ളത്. വീണ്ടും ഇപ്പോൾ പോലീസ് മറ്റു നടപടികളും അന്വേഷണങ്ങളും എല്ലാം തന്നെ ഊർജിതമാക്കി ഇപ്പോൾ വരികയാണ്. പ്രശാന്ത്, ഒരാൾ ഒറ്റയ്ക്കാണോ ഈ കുറ്റകൃത്യം ചെയ്തത്? പോലീസിന്റെ നിഗമനം എത്തരത്തിലാണ്? ഒന്നിലധികം പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാമോ? നേരത്തെ കുറച്ചു പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ആരെങ്കിലും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? അല്ല, ഇപ്പോൾ യുവതിയെ തിരിച്ചറിയുന്നതിന് അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടെന്ന് ആദ്യം സംശയിച്ച യുവതികളെ ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷെ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കസ്റ്റഡിയിലെടുത്തത് 5 പേരെയായിരുന്നു. ഈ 5 പേരെയും വിശദമായ ചോദ്യം ചെയ്യലെല്ലാം നടത്തിയിരുന്നു. ഇപ്പോൾ അവരെ വിട്ടയച്ചു. അപ്പോൾ പോലീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ ജില്ലയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള മറ്റു കേസുകളെല്ലാം തന്നെ വളരെയധികം ഇതായി അന്വേഷിച്ചു വരികയാണ്. ഒപ്പം ഏതെങ്കിലും പ്രതികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്യുന്ന പ്രതികളെ കുറിച്ചെല്ലാം തന്നെ പോലീസ് കൃത്യമായി ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഈ അരിങ്കൊലയിൽ ചുരുളഴിക്കാനാവാതെ പോലീസ് ഇപ്പോൾ നിൽക്കുകയാണെങ്കിലും വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പോലീസ് നേതൃത്വം ഈ കേസിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ജിഷ കൊലപാതകമൊക്കെ വന്നപ്പോൾ ഏറെ പഴി കേട്ട ശേഷമാണ് പോലീസ് കുറ്റവാളിയെ കണ്ടെത്തിയത്. അത്തരമൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള ജാഗ്രത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? തീർച്ചയായും. കാരണം ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ പഴുതുകളെല്ലാം അടച്ചാണ് പോലീസ് ഇത്തരം കേസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത്. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് കൃത്യമായി അവിടെ എത്തി. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ SI അനൂപ് ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രത്യേകം എത്തി. അവിടെ മറ്റു ആളുകൾ കയറി വരുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകമായി വേലികെട്ടിത്തിരിക്കുകയും തെളിവുകൾ ഒന്നും തന്നെ ചോർന്നു പോകാത്ത രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തു. പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കേസിൽ ഇടപെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഇത്തരത്തിലുള്ള ഇതിന്റെ തുമ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോലീസുള്ളത്. അത്തരത്തിൽ തന്നെയാണ് 4 DSPമാരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജില്ലാ പോലീസ് മേധാവി N രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചാണ് ഇതിന്റെ അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. 4 DSPമാരുടെ നേതൃത്വത്തിൽ കുറ്റാന്വേഷണത്തിൽ മികവ് തെളിയിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി തന്നെയാണ് അന്വേഷണ സംഘം എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വളരെ നന്ദി പ്രശാന്ത്. കോട്ടയം മതിരുമ്പുഴയിൽ ഗർഭിണിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനായില്ല. കോട്ടയത്ത് നിന്ന് പ്രശാന്താണ് വിവരങ്ങൾ. ഇടുക്കി പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കിയതായി പരാതി. മർദ്ദനത്തിൽ ബോധരഹിതനായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് മുതിർന്ന വിദ്യാർത്ഥികൾ മുങ്ങി. വിവരമറിഞ്ഞ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഇക്കഴിഞ്ഞ 31 രാത്രിയാണ് സീനിയർ വിദ്യാർത്ഥികൾ ജിത്തു തോമസ് പോളിനെ പീഡിപ്പിച്ചത്. 8 അംഗ മുതിർന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലേക്ക് ജിത്തുവിനെ വിളിച്ചു വരുത്തിയാണ് ക്രൂരമായ റാഗിങ്ങിന് വിധേയനാക്കിയത്. മദ്യപിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ജിത്തുവിനെ പനിബാധിതനാണെന്ന് പറഞ്ഞ് മുതിർന്ന വിദ്യാർത്ഥികൾ അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മുങ്ങി. ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, അഭിഷേക് എന്നൊരു കൂട്ടുകാരൻ അവനോട് എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. എന്നാലും ഇങ്ങനെ സൈഡിൽ തന്നെ ഇരിക്കുക ചെയ്ത് നെറ്റിയിലേക്ക് ചേർത്ത് വെച്ച് പിടിച്ചു. എന്നെ കഴുത്തിൽ കുത്തി പിടിച്ചു. അവനെന്തായാലും മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളെത്തി ജിത്തുവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിനും കോളേജ് അധികൃതർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്ക് മദ്യപിച്ചിരുന്ന കുട്ടികൾ കണ്ണിൽ കഴിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. അതൊക്കെ പിടിച്ചുകൊണ്ടാണ്. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ സീനിയർ വിദ്യാർത്ഥികളുടെ പീഡനം ഭയന്ന് ഇക്കാര്യങ്ങൾ ആരും പുറത്തു പറയുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാക്കുപാലിച്ച് ഋഷിരാജ് സിംഗ്. ഇടുക്കി ജില്ലയിലെ അതിർത്തി മേഖലകളിൽ കേരള എക്സൈസിന്റെയും തമിഴ്നാട് നാർക്കോട്ടിക് സെല്ലിന്റെയും നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി. നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചു.
ഇടുക്കി ജില്ലയിൽ കുമിളി, കമ്പമേട്, ബോഡിമെട്ട് തുടങ്ങിയവിടങ്ങളിലാണ് ഇരു സംസ്ഥാനങ്ങളുടെയും എക്സൈസ് വകുപ്പിന്റെ സംയുക്ത പരിശോധന സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുമിളിയിലെത്തിയപ്പോൾ അതിർത്തി മേഖലയിലെ നിരോധിത പുകയില വിൽപ്പന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ 15-ന് തമിഴ്നാട് മധുരയിൽ നർക്കോട്ടിക് സെല്ലുമായി കേരള എക്സൈസ് സംഘം യോഗം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംയുക്ത പരിശോധന നടത്തിയത്. തൃച്ചി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും ഇടുക്കി എക്സൈസ് കമ്മീഷണർ നെൽസന്റെ നേതൃത്വത്തിൽ ജില്ലയിലുമാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലെ കമ്പം, ഗൂണ്ടല്ലൂർ, ലോവർ ക്യാമ്പ് എന്നിവിടങ്ങളിലെ പുകയില വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എല്ലാ അതിർത്തികളിലും രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു. അതിർത്തി കടന്നുവരുന്ന ഇരുചക്ര വാഹനങ്ങളും ബസ്സുകളും കാറുകളും ഉൾപ്പെടെയുള്ളവ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വ്യാജ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങി തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായി. കാസർഗോഡ് സ്വദേശിയെ എറണാകുളം സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ബാങ്ക് അക്കൗണ്ട് ഉടമകളുടെ ക്രെഡിറ്റ് കാർഡ് ഡാറ്റ മോഷ്ടിച്ച് അത് മറ്റു കാർഡുകളിലേക്ക് പകർത്തി വ്യാജ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കിയാണ് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് സാബിദ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ജ്വല്ലറിയിൽ നിന്നടക്കം 1 ലക്ഷത്തോളം രൂപയുടെ വസ്തുക്കൾ ഇയാൾ വാങ്ങിയതായി പോലീസ് കണ്ടെത്തി. നേരത്തെ ദുബായിൽ ജോലി ചെയ്തിരുന്ന സാബിദ് അവിടെ നിന്നാണ് ഈ തട്ടിപ്പ് പഠിച്ചെടുത്തത് എന്നാണ് കരുതുന്നത്. ഇയാൾ കൂടുതൽ തുകയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് കൊച്ചി ACP കെ ലാൽജി പറഞ്ഞു. ഒരു സ്റ്റാഫുകളായി നിന്നിരുന്ന കടകളിൽ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആ ഒറിജിനൽ മെഷീനിൽ സ്വൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവരൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്വൈപ്പിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ആ മെഷീനിലൂടെ നമ്മളറിയാതെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാർഡിലുള്ള എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് റെക്കോർഡ് ആവുന്ന ഒരു സംവിധാനമുണ്ട്. എല്ലാ ഡീറ്റെയിൽസും, പിൻ നമ്പർ അടക്കം ഈ മുട്ടിച്ചെടുത്ത ഇൻഫർമേഷൻ ലോഡ് ചെയ്ത് പുതിയ കാർഡുകൾ ഉണ്ടാക്കി ആ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്തുന്ന സംവിധാനമാണ്. ഇത്തരത്തിൽ ഡാറ്റകൾ ശേഖരിച്ച് അത് പണത്തിന് കൈമാറുന്ന സംഘങ്ങളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘത്തിലെ കണ്ണിയാണ് സാബിദെന്നും ഇയാളുടെ 3 കൂട്ടാളികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. തട്ടിപ്പിന് ഇരയായവരിൽ ഏറെ പേരും വിദേശത്തുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സാമൂഹ്യ നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് KPMS പ്രവർത്തകർ പ്രകടനം നടത്തി. ഇടുക്കി അട്ടിക്കുളത്താണ് ആക്രമണമുണ്ടായത്. ഇടുക്കി കരുമ്പനട്ടിക്കുളത്ത് 8 വർഷം മുമ്പ് സ്ഥാപിച്ച അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ അംബേദ്കർ സ്മൃതി മണ്ഡപവും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവമുണ്ടായത്. തുടർന്ന് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയെ തുടർന്ന് ഇടുക്കി CI സിബിച്ചൻ ജോസഫ്, കഞ്ഞിക്കുഴി SI സനൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് KPMS പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. KPMS ഇടുക്കി താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള അട്ടിക്കളം ശാഖയിൽ 2008 പ്രതിഷ്ഠിച്ച അയ്യങ്കാളിയുടെ പ്രതിമ ഇന്നലെ ഏതാനും സാമൂഹിക വിരുദ്ധർ ഏതാണെന്ന് നമുക്ക് ആരെയും വ്യക്തമായി പറയാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ KPMS ഇടുക്കി യൂണിയനും അട്ടിക്കളം ശാഖയും ശക്തമായി പ്രതിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ പട്ടികജാതിക്കാരുടെ മേൽ ഇതുപോലുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് തുടർന്നുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ബാധ്യതരായിരിക്കുകയാണ്. ഞാൻ KPMSന്റെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഞങ്ങളുടെ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ പ്രതിമ മനഃപൂർവ്വം തല്ലിത്തകർത്ത കൃത്യമായി ഞങ്ങൾ അപലപിക്കുകയാണ്. ഇങ്ങനെയുള്ള സംബന്ധം ഈ കേരളമൊട്ടാകെ, രാജ്യത്തൊട്ടാകെ പട്ടികജാതി പട്ടികവർഗ നായകന്മാരെ ഉൾപ്പെടെയുള്ളവരെ അശ്വസിച്ചുകൊണ്ടും തകർത്തുകൊണ്ടും ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ഒരുമിട്ട് വന്നിരിക്കുന്ന മുഴുവൻ സാമൂഹ്യ ദ്രോഹികളെയും മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ പ്രതിമ ആക്രമിച്ച് തകർത്തവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നീതിപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ രാജ്യത്തുടനീളം പട്ടികജാതി പട്ടികവർഗക്കാരെ അധിക്ഷേപിക്കുവാൻ ശ്രമം നടക്കുകയാണെന്നും കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും KPMS നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കണ്ണൂർ തൊക്കിലങ്ങാടി CPIM ഓഫീസിന് നേരെ RSS ആക്രമണം. രാത്രി ബോംബെറിഞ്ഞ ശേഷം ടെലിവിഷനും ഫർണിച്ചറുകളും മറ്റും തല്ലി തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂത്തുപറമ്പിനടുത്ത തൊക്കിലങ്ങാടിയിലെ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ബോംബെറിഞ്ഞ് തകർത്തത്. രാത്രി 12:30 1 മണിക്കും ഇടയിലാണ് സംഭവം. ആക്രമണത്തിന് പിന്നിൽ RSS സംഘമാണെന്ന് CPIM ആരോപിച്ചു. ബോംബെറിഞ്ഞ ആക്രമികൾ ഓഫീസിനകത്തു കയറി ഫർണിച്ചറുകളും ടെലിവിഷൻ അടക്കമുള്ള ഉപകരണങ്ങളും അടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം തൊക്കിലങ്ങാടിക്കടുത്ത് മാനന്തേരി വണ്ണാത്തിമൂലയിലുള്ള സജീവ RSS പ്രവർത്തകർ CPIMലേക്ക് മാറിയിരുന്നു. CPIM പ്രവർത്തകൻ സുരേഷ് ബാബുവിനെ RSS ആക്രമിച്ചതിൽ RSSനുള്ളിൽ തന്നെ ഉയർന്ന പ്രതിഷേധമായിരുന്നു മാറ്റത്തിന് പിന്നിൽ.
അകാരണമായി ആക്രമണം നടത്തുന്ന RSSന്റെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച് തൊക്കിലങ്ങാടിയിലും RSS പ്രവർത്തകർ CPIMലേക്ക് മാറുമോ എന്ന ഭയമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM നേതാക്കൾ പറയുന്നു. CPIM പ്രവർത്തകൻ ധൻരാജ് വധത്തെ തുടർന്ന് ജില്ലയിൽ നടന്ന സംഘർഷത്തിന് ശേഷം ജില്ല സമാധാനത്തിലേക്ക് നീങ്ങവെയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും RSS CPIM ഓഫീസ് തകർക്കുന്ന സംഭവമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 4ാം പ്രതി സജിൽ കീഴടങ്ങി. മൂവാറ്റുപുഴ NIA കോടതിയിൽ കീഴടങ്ങിയ സജിലിനെ റിമാൻഡ് ചെയ്തു. സബ് ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതിയെ അടുത്ത ദിവസം ചോദ്യം ചെയ്യലിനായി NIA കസ്റ്റഡിയിൽ വാങ്ങും. അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയായിരുന്നു സജിൽ. യുവതിയെ കടന്നുപിടിച്ച സംഭവത്തിൽ അഭിഭാഷകനായ ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ എടുത്ത കേസ് റദ്ദാക്കാനാകില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. മാഞ്ഞൂരാനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. തനിക്കെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ധനേഷ് മാത്യു മാഞ്ഞൂരാൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. ധനേഷ് മാത്യു മാഞ്ഞൂരാനെതിരെ നിരവധി സാക്ഷിമൊഴികളുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേസ് റദ്ദാക്കാനാവില്ലെന്ന് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന വനിതാ സെൽ CI രാധാമണി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 35 സാക്ഷികളിൽ നിന്നും ഇതിനകം മൊഴി രേഖപ്പെടുത്തി. മാത്രമല്ല CCTV ദൃശ്യങ്ങൾക്കായി പോലീസ് ശ്രമിച്ചു വരികയാണ്. മാഞ്ഞൂരാനെതിരെ യുവതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ രഹസ്യമൊഴിയും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. യുവതിയെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിക്കാൻ ശ്രമം നടന്നു. ഇതിനായി കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തി. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. യുവതിയുടെ രഹസ്യമൊഴി പുറത്തായത് അന്വേഷിക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷണം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തകളായി വരുന്നത് തടയണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന യുവാവ് കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ ചുവന്നമണ്ണ് സ്വദേശി ജിൻസാണ് പിടിയിലായത്. 10 വർഷത്തിനിടെ എറണാകുളം, തൃശൂർ ജില്ലകളിലായി നടന്ന 50ഓളം മാലമോഷണ കേസുകളിൽ പോലീസ് അന്വേഷിക്കുന്ന പ്രതിയാണ് ഇയാൾ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായകരമായത്. കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി പോലീസിന്റെ വലയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ബൈക്ക് പരിശോധിക്കുന്നതിനിടെ സീറ്റിനടിയിൽ നിന്നും വ്യത്യസ്ത നമ്പറുകളിലുള്ള നമ്പർ പ്ലേറ്റുകൾ കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണക്കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 50ലേറെ സ്ത്രീകളുടെ മാല പൊട്ടിച്ചതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പൾസർ ബൈക്കിൽ കറങ്ങി നടന്നു മാല പൊട്ടിക്കുന്ന യുവാവിനെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. മാല പൊട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതും പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചു. പൾസർ ബൈക്കിലാണ് മാല പൊട്ടിക്കുന്നത് ശ്രദ്ധയപ്പെട്ടതും പൾസർ ബൈക്കിൻ്റെ ഐഡന്റിറ്റിയും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് പൾസർ ബൈക്ക് കാര്യമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം താമരശ്ശേരി റോഡ് വെച്ച് ഇതിൻ്റെ പൾസർ ബൈക്കുകാരനെ കാണുകയും ഇതിൽ നമ്പറിൽ സംശയം തോന്നിയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ വാഹനം പരിശോധിച്ചപ്പോൾ ആ വാഹനത്തിനുള്ളിൽ നിന്ന് വേറെ നമ്പർ പ്ലേറ്റ് കിട്ടി. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചായിരുന്നു ഇയാൾ മോഷണം നടത്തിയിരുന്നത്. തിരക്കില്ലാത്ത റോഡുകളിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്ന സ്ത്രീകളായിരുന്നു ഇരകൾ. മുൻപും സമാന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മോഷണം വഴി ലഭിച്ച പണം ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു ഇയാളെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കല്ലട ജലസേചന പദ്ധതി അഴിമതി കേസിൽ കുറ്റക്കാരായ 3 പേർക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 6 വർഷം തടവും 8 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 57,000-ഓളം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ 1986-ൽ തുടക്കം കുറിച്ച കല്ലട ജലസേചന പദ്ധതിയിൽ വൻ ക്രമക്കേടായിരുന്നു നടന്നത്. 13 കോടി രൂപയുടെ ചിലവ് പ്രതീക്ഷിച്ച് തുടങ്ങിയ പദ്ധതി അവസാനിച്ചത് 800 കോടി രൂപയിലാണ്. പദ്ധതിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ആകെ 22 കേസുകളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തത്. 1990-91 കാലത്ത് വലതുകര കനാൽ നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ 19,35,000 രൂപയുടെ അഴിമതി നടന്നിരുന്നു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ KK ഫിലിപ്പ്, കരാറുകാരൻ മാത്യു കോരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചോന്ന പണിക്കർ എന്നിവർക്കാണ് 6 വർഷം കഠിന തടവും 8 ലക്ഷം രൂപ പിഴയും വിജിലൻസ് കോടതി ജഡ്ജി ബദറുദ്ദീൻ വിധിച്ചത്. വ്യാജരേഖകൾ ചമച്ചാണ് പ്രതികൾ പണം തട്ടിയെടുത്തത്. വിജിലൻസിന്റെ കൊല്ലം യൂണിറ്റിലെ DYSP ആയിരുന്ന D രാജേന്ദ്രനാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി വിജിലൻസ് ലീഗൽ അഡ്വൈസർ CC അഗസ്റ്റിൻ ഹാജരായി. നിയമകാര്യ ലേഖകൻ ആനന്ദിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലത്ത് പെൺമയിൽ വൈദ്യുതാഘാതമേറ്റ് ചത്തു. 11 kV ലൈനിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ മേൽ നടപടികൾ സ്വീകരിച്ചു. രാവിലെ 7:30 ഇണമയിലുകളിൽ പെൺമയിൽ 11 kV ലൈനിൽ തട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇലക്ട്രിസിറ്റി കമ്പിയിൽ വന്നിരുന്നു. പെട്ടെന്ന് ഒരു മയിൽ ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഒരു മയിൽ പറന്നു പോവുകയും ചെയ്തു. ഇത് വനപ്രദേശത്ത് എടുത്താൽ പറന്നു വന്നതായിരിക്കും. ഇവിടെ എന്തായാലും അതൊന്നും ഇല്ല. അതിൻ്റെ ആവാസ വ്യവസ്ഥയിലോട് വന്നതായിരിക്കും. പിന്നെ
ഇനിയിപ്പോൾ ഞങ്ങളതിനെ മഹസർ എഴുതി എടുത്തു. മഹസർ എഴുതി അതിനെ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ഓലയിൽ മൃഗാശുപത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ ഇന്ന് തന്നെ മറവെഴുതുന്നതായിരിക്കും. ചത്ത പെൺമയിലിന് 10 വയസ്സ് പ്രായം കണക്കാക്കുന്നു. അഞ്ചൽ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി തിരുവനന്തപുരത്ത് സംസ്കരിച്ചു. വനത്തിനോട് ചേർന്നുള്ള ജനവാസത്തിന് മുമ്പ് മയിലുകൾ ചത്ത സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനത്തിന് തീപിടിച്ചു. തിരുവനന്തപുരം ദുബായ് EK521 എമിറേറ്റ്സ് വിമാനത്തിനാണ് തീപിടിച്ചത്. തീപിടിച്ച ഉടൻ എമർജൻസി വാതിലൂടെ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതിനാൽ തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് ഉച്ചയ്ക്ക് 12:45 ദുബായിലെത്തിയ EK521 എന്ന എമിറേറ്റ്സ് വിമാനത്തിനാണ് തീപിടിച്ചത്. ലാൻഡിങ്ങിനിടെ എഞ്ചിൻ ഭാഗത്തു നിന്ന് തീ പടരുകയായിരുന്നു. 282 യാത്രക്കാരും 18 വിമാന കമ്പനി ജീവനക്കാരും ഉൾപ്പെടെ 300 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരെയും ജീവനക്കാരെയും എമർജൻസി എക്സിറ്റിലൂടെ സുരക്ഷിതമായി വിമാനത്താവളത്തിലേക്ക് മാറ്റി. വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഏതാനും യാത്രക്കാർക്ക് ചെറിയ പൊള്ളലേറ്റു. യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്ന് വിമാനത്താവള അധികൃതരും എമിറേറ്റ്സ് എയർലൈനും അറിയിച്ചു. വിമാനത്തിന്റെ മുൻഭാഗം കത്തിയമർന്നു. 282 യാത്രക്കാരിൽ 226 പേർ ഇന്ത്യക്കാരാണ്. ഇതിൽ ഭൂരിഭാഗവും മലയാളികളാണ്. അമേരിക്ക, ബ്രിട്ടൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരും വിമാനത്തിലുണ്ടായിരുന്നു. യാത്രക്കാരുടെ ലഗേജുകൾ മുഴുവൻ അപകടത്തിൽ കത്തിനശിച്ചു. അപകടത്തെ തുടർന്ന് ദുബായ് വിമാനത്താവളം ഭാഗികമായി അടച്ചു. വിമാനത്തിലെ തീയണക്കുന്നതിനിടെ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ദുബായിലേക്കുള്ള സർവീസുകൾ ഷാർജയിലേക്കും അൽമക്തും വിമാനത്താവളത്തിലേക്കും വഴിതിരിച്ചുവിട്ടു. രാത്രി 11 മണിയോടെ മാത്രമേ വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകൂ എന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് അധികൃതർ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് T. ജമാലുദ്ദീൻ.